5 മണി മുതലാണ് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണി ടു 8 മണി വരെ 3 അവേഴ്സ്. അതിൽ 2 അവർ 5 ടു 7 വരെ 2 അവർ നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അത് ഓരോ വ്യക്തികളെ അപേക്ഷിച്ചിരിക്കും. അത് മാത്സ് ചിലവർക്ക് ടഫായിരിക്കും, ചിലവർക്ക് GK ആയിരിക്കും, ചിലവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ അത് ഏതാണോ നിങ്ങൾക്ക് ടഫ് എന്ന് വെച്ചാൽ ആ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് രാവിലെ പഠിക്കുക. രാവിലെ തന്നെ എങ്ങനെ പഠിക്കാൻ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളെ സബ്ജക്റ്റ് രാവിലെ ആകുമ്പോൾ നമ്മളെ മൈൻഡ് ഫ്രീ ആയിരിക്കും. വേറെ ബഹളമോ ശബ്ദങ്ങളോ ഒന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് നമുക്ക് ഈ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആ സമയത്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് രാവിലെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. രാവിലെ ആ ടഫായ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ എഴുന്നേറ്റപാട് ഒരു മടിയില്ല കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഒരു അരമണിക്കൂർ തലേന്ന് പഠിച്ച കാര്യങ്ങളോ ഒരു എക്സാം വെക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കുഞ്ഞു റിവിഷൻ എന്നുള്ള രീതിയിലോ ചെയ്തു നോക്കാം. ആ ഒരു ഉറക്കച്ചടവ് മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇതില്ല എങ്കിൽ കുഴപ്പമില്ല, നേരിട്ട് സബ്ജക്റ്റിലേക്ക് തന്നെ വരാം, പഠിക്കാം. അതിനുശേഷം അടുത്ത ഹാഫ് ആൻ അവർ ഷോർട്ട് നോട്ട്, പിന്നെ അടുത്ത ഹാഫ് ആൻ അവർ റിവിഷൻ. ആ പഠിച്ച കാര്യങ്ങൾ ഇപ്പം ഈ പഠിച്ച കാര്യങ്ങളിലെ നമ്മളിപ്പോൾ GK ആണ് സെലക്ട് ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ GK നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളുടെ ഷോർട്ട് നോട്ട് അടുത്ത ഈ 2 മണിക്കൂറിന് ശേഷം പഠിച്ച കാര്യങ്ങളെ ഒരു ഷോർട്ട് നോട്ട് അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കുക. അതിനുശേഷം ഷോർട്ട് നോട്ട് ആയതുകൊണ്ടാണ് അരമണിക്കൂർ എന്ന് പറഞ്ഞത്. അതിനുശേഷം ഒരു അരമണിക്കൂർ റിവിഷൻ ചെയ്യണം. ഏത് സബ്ജക്റ്റ് എടുത്താലും നമ്മൾ റിവിഷൻ ചെയ്യണം. 2 മണിക്കൂർ പഠിച്ചതിന് ശേഷം മാത്രം ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. അങ്ങനെ പറയാൻ കാരണം 2 മണിക്കൂർ നമ്മൾ പഠിച്ചതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടെന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതിനുശേഷം വേണമെങ്കിൽ നോട്ട് എഴുതിയതിന് ശേഷം വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അതിനുശേഷം വീണ്ടും ഹാഫ് ആൻ അവർ റിവിഷൻ ചെയ്യുക. 1 മണിക്കൂർ പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സാം എഴുതുമ്പം ഓർമ്മയിൽ വരണ്ടേ. പഠനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് റിവിഷൻ. അതുകൊണ്ട് റിവിഷൻ ഒരിക്കലും ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നമ്മൾ ടോട്ടൽ ഒരു 2 അവേഴ്സ് എങ്കിലും ഒരു സബ്ജക്റ്റ് മിനിമം പഠിച്ചിരിക്കണം. 8 to 8:30 ഹാഫ് ആൻ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഓരോരുത്തർ സമയം അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി 8:30 to 9 ഹാഫ് ആൻ അവർ SCRയുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം കൊടുക്കുക. തുടർച്ചയായിട്ടില്ല, കണ്ടിന്യൂഷൻ വേണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് 9 to 12 3 അവേഴ്സ്. അതിൽ 2 അവേഴ്സ് 9 to 11 വരെയുള്ളത് നമുക്ക് GK പഠിക്കാം. GK 2 മണിക്കൂർ പഠിച്ചതിന് ശേഷം ഹാഫ് ആൻ അവർ ഷോർട്ട് നോട്ട് എഴുതാനും ഹാഫ് ആൻ അവർ റിവിഷൻ ചെയ്യാനും. അത് 11 മണി വരെ 9 മണി ടു 11 മണി വരെ പഠിച്ചതിന് ശേഷം 10 to 10:30 വരെ ഷോർട്ട് നോട്ട്. അതിനുശേഷം 10:30 to 11 മണി വരെ റിവിഷൻ. ഇനി 12 to 1 മണി വരെ 1 അവർ. 1 അവറിൽ ഹാഫ് ആൻ അവർ SCRT ടെക്സ്റ്റ് ബുക്ക് വായിക്കാനും അടുത്ത ഹാഫ് ആൻ അവർ അതിൻ്റെ ഷോർട്ട് നോട്ട് തയ്യാറാക്കാനും. 12 to 12:30 വരെ SCRT വായിക്കാൻ, 12:30 to 1 മണി വരെ ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ. 1 മണി മുതൽ 1:30 വരെ ലഞ്ചിന്, 1:30 to 2 മണി വരെ ഹാഫ് ആൻ അവർ പെൻഡിങ്ങിൽ വെച്ച് ഏതെങ്കിലും നോട്ട്സിൻ്റെ ഇതുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിയിട്ട് ആ സമയം ഉപയോഗിക്കുക. അത്
ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് കൂടുതലും മടുപ്പ് തോന്നുന്ന സമയത്ത്, ഉറക്കം വരുന്ന പോലെ. ഉച്ച സമയത്ത് പഠിക്കാനായിരിക്കും അധികം വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇനി എത്ര പഠിക്കാൻ പറ്റും എന്ന് പറയുന്നവരാണെന്നും കുറച്ച് സമയം നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു മടുപ്പ് തോന്നും. അതുകൊണ്ട് ആ സമയം നോട്ട് എഴുതാനായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അടുത്തത് 2 മണി മുതൽ 5 മണി വരെ 3 hours. നമുക്ക് പഠിക്കുന്നതിനൊക്കെ ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എടുക്കാം കേട്ടോ. ഒരേ പഠിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു മടുപ്പ് വന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അതിൽ 2 hour 2 to 4 PM മാത്സ്. ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്തില്ലേ, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് ഏത് സമയത്ത് നമുക്ക് ഏത് സബ്ജക്റ്റാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ. മാത്സ്. അതിന് ശേഷമുള്ള 4 to 4:30 half an hour നോട്ട് എഴുതാൻ. 4:30 to 5 മണി half an hour റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 5:30 to 6 മണി ഒരു അരമണിക്കൂർ തൊഴിൽ വാർത്തയോ തൊഴിൽ വീഡിയോ അല്ലെങ്കിൽ PSC ബുള്ളറ്റിനോ യൂട്യൂബോ ഏതാ നിങ്ങൾക്ക് നോക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നോക്കാൻ വേണ്ടി നോക്കി നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ നോട്ട് എഴുതാനോ അല്ലെങ്കിൽ വായിക്കാനാണെങ്കിൽ ആ ഒരു സമയം അതിനുവേണ്ടി ചെലവഴിക്കുക. അതിനുശേഷം 6 to 8 PM 2 hours. 2 hours-ൽ 6 to 7 1 hour നമ്മൾ കറണ്ട് അഫെയർ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കറണ്ട് അഫെയർ പഠിക്കുക. ആ 1 മണിക്കൂറിന് ശേഷം 6 to 6:30 half an hour ഷോർട്ട് നോട്ട് എഴുതാനും. കറണ്ട് ടു 7 PM half an hour അതിന്റെ റിവിഷൻ ചെയ്യാൻ വേണ്ടി. കറണ്ട് അഫെയറിന് 8 to 8:30 ഡിന്നർ. അടുത്തത് 8:30 11:30 അത് 3 മണിക്കൂർ. അതിൽ 2 മണിക്കൂർ 8:30 to 10:30 മലയാളവും ഇംഗ്ലീഷും പഠിക്കുക. 1 hour മലയാളവും 1 hour ഇംഗ്ലീഷും. അതിന്റെ ഷോർട്ട് നോട്ട് എഴുതാൻ ഹാഫ് ആൻ അവർ ഉപയോഗിക്കുക 10:30 മുതൽ 11 മണി വരെ. അതിനുശേഷം ഹാഫ് ആൻ അവർ റിവിഷൻ ചെയ്യാൻ 11 to 11:30. ഇത്രയാണ് ഉപയോഗിക്കുന്നത്. ഈ മലയാളം ഇംഗ്ലീഷും നമ്മൾ ഓരോ എക്സാം എഴുതുന്നതിന്റെ ഇതിനനുസരിച്ചിട്ട് അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് എക്സാമാണ് സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ 10th ആണെങ്കിൽ ഇംഗ്ലീഷിനും മലയാളത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് മാറ്റിയിട്ട് മാത്സ് ആണെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ആ ഒരു രീതിയിൽ കൊടുക്കാം. പിന്നെ അത് ഓരോ എക്സാമിനനുസരിച്ചിട്ട് അതിന് മാറ്റം വരുത്താം. ടൈം ടേബിളിൽ ഈ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ മാറ്റം. അതിനുശേഷം 11:30 to 12:30 1 മണിക്കൂർ എക്സാമിന് വേണ്ടി മാറ്റി വെക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഒരു ദിവസത്തെ ടൈം ടേബിളാണ്. നമ്മൾ ഈ പറഞ്ഞ ടൈം ടേബിള് ഒരു ദിവസത്തെ ടൈം ടേബിളാണ്. നമുക്ക് ഒരാഴ്ചത്തെ ടൈം ടേബിൾ എടുക്കുമ്പം കുറച്ച് ചേഞ്ചുകൾ വരുത്താം.